കൈവശം വെച്ച കേസിൽ പ്രതിഭ MLAയുടെ മകൻ കനിവ് അടക്കം കേസിൽ ഉൾപ്പെട്ട 9 പേരുടെയും മൊഴി എക്സൈസ് രേഖപ്പെടുത്തു. മകനെതിരായ കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭ നൽകിയ പരാതിയിലാണ് മൊഴിയെടുപ്പ്. കുട്ടനാട് എക്സൈസ് CI ജയരാജ്, റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരുടെയും സംഘത്തിലുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്തു. ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ S. അശോക് കുമാറാണ് കേസുമായി ബന്ധപ്പെട്ട് പ്രതികളുടെയും പരാതിക്കാരുടെയും ദൃക്സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തിയത്. എക്സൈസ് സംഘം മകനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതായും അതുകൊണ്ടാണ് മകൻ കനിവ് കുറ്റം സമ്മതിച്ചെന്നുമാണ് പ്രതിഭ MLA എക്സൈസിന് മൊഴി നൽകിയത്. പ്രതിഭ നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി കുട്ടനാട് എക്സൈസ് CI ജയരാജ്, റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരുടെയും സംഘത്തിലുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്തു. ഡിസംബർ 28-നാണ് തകഴി പുലിമുഖം ബോഡ്ജെട്ടിക്ക് സമീപത്ത് നിന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനിടെ MLAയുടെ മകൻ കനിവടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്തത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തുടർന്ന് പൊതുസ്ഥലത്ത് കഞ്ചാവ് വലിച്ചതിന് ഇവർക്കെതിരെ കേസെടുത്തു. കേസിൽ 9ാം പ്രതിയായിരുന്ന കനിവടക്കമുള്ളവർക്കെതിരെ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് എക്സൈസ് ചുമത്തിയത്. ഇവരെ ഉടൻ തന്നെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. എന്നാൽ തന്റെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല എന്ന വാദവുമായി പ്രതിഭ MLA പരസ്യമായി രംഗത്തെത്തിയതോടെ സംഭവം വിവാദമായി. നിയമസഭയിലും CPM ജില്ലാ സമ്മേളനത്തിലും എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആഞ്ഞടിച്ച പ്രതിഭ തുടർന്ന് മുഖ്യമന്ത്രിക്കും എക്സൈസ് മന്ത്രിക്കും എക്സൈസ് കമ്മീഷണർക്കും പരാതി നൽകി. ഇതേ തുടർന്നാണ് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് കൈമാറും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. ജനം, ആലപ്പുഴ.